നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണ സംവിധാനത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടത് ജനപ്രതിനിധി സഭകളാണ്. പാർലമെൻറ്റും സംസ്ഥാനത്ത് നിയമസഭകളും. അങ്ങനെ നിർമ്മിക്കപ്പെടുന്ന നിയമം അന്തിമമാകണമെങ്കിൽ അതിന് രാഷ്ട്രപതിയുടെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തെ ഗവർണറുടെ ഒപ്പ് വേണം. ഭരണഘടനാപരമായൊരു റിക്വയർമെൻ്റാണത്. എന്തിനാണ് ഒപ്പിൻ്റെ പ്രാധാന്യം എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. ഈ രാഷ്ട്രപതി കൂടി ചേർന്നതാണ് പാർലമെൻറ്റ്, ഗവർണർ കൂടി ചേർന്നതാണ് നിയമസഭ. അപ്പം അങ്ങനെയുള്ള സഭ പാസ്സാക്കുന്ന ഒരു നിയമം അത് സഭ ഇങ്ങനെ പാസ്സാക്കിയിരിക്കുന്നു എന്ന് സ്പീക്കർ ഒപ്പിട്ടാൽ പോരെ. ഇപ്പോൾ ഒരു ബില്ല് ലോക്സഭ പാസ്സാക്കി, അത് മണി ബിൽ ആണ്, രാജ്യസഭയിലേക്ക് അയക്കേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ അതിന് ഒപ്പിടുന്നത്, സർട്ടിഫൈ ചെയ്യുന്നത് സ്പീക്കറാണ്. ഇതൊരു മണി ബിൽ സഭ പാസ്സാക്കിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ കേവലം ഒരു ഒപ്പിടുന്നതിന് വേണ്ടി മാത്രം ഗവർണർ എന്ന ഈ വലിയ ആർഭാടം അത് നമ്മൾ താങ്ങേണ്ട കാര്യമില്ല. പക്ഷേ ആ ചുമതല നിർവഹിക്കാൻ പോലും ഗവർണർമാർ വിമുഖത കാണിക്കുന്നു. ഒരു ഒപ്പിടുക എന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. ഒരു ഒപ്പിടാൻ പോലും ബുദ്ധിമുട്ടുള്ളവരാണ് ഗവർണർ രാജ്ഭവനിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കരുതാനും ന്യായമില്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ 35 വയസ്സ്, അതാണ് യോഗ്യത ആകെ പറഞ്ഞിരിക്കുന്നത്. ആർക്കും ഗവർണറാകാം. പക്ഷേ ഭരണഘടന വായിച്ചാൽ അറിയണമെന്നില്ല, ഭരണഘടന വായിക്കണമെന്നില്ല, ലിറ്ററസി പോലും വേണമെന്നില്ല. പക്ഷെ ഒരു ഒപ്പ് ഏതായാലും അവർക്കിടാനുള്ള പ്രാപ്തി ഉണ്ടാവണം. അതുമാത്രമാണ് ഞാൻ നോക്കിയിട്ട് ഭരണഘടനാപരമായ ഒരു ചുമതല അവർ നിറവേറ്റാനുള്ളത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ ആ ചുമതല അവർ നിറവേറ്റാൻ വിമുഖത കാണിക്കുമ്പോൾ ഗവൺമെൻറ്റുകൾക്ക് ഭരണം നടത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകും. കാരണം ജനങ്ങൾ നൽകിയ മാൻഡേറ്റ് പ്രകാരം നിയമം നിർമ്മിച്ച് ഭരണം നടത്താനാണ് ഓരോ പാർട്ടിയും അധികാരത്തിൽ എത്തുമ്പോൾ ശ്രമിക്കുന്നത്. അതിനെ ഗവർണർ ഇടങ്കോലിടുമ്പോൾ, തടസ്സമുണ്ടാക്കുമ്പോൾ എന്താ മാർഗമുള്ളത്? ഹൈക്കോടതികൾ, പിന്നീട് സുപ്രീം കോടതി എല്ലാം ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയതിന് ശേഷവും ഗവർണർമാർ അവരുടെ ഈ അലംഭാവം തുടരുകയാണ്.